എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതലല്ല ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകുന്നതിനായിട്ടുള്ള അവസരം ഇപ്പോൾ നൽകിയിട്ടില്ല. ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്കാണ്, അതായത് അപേക്ഷിച്ചിട്ട് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്കൂൾ വൈസ് വേക്കൻസീസ് എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേക്കൻസി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നിരവധി വേക്കൻസികളാണ് പല സ്കൂളുകളിലും ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം വിദ്യാർത്ഥികൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. കാരണം പല സ്കൂളുകളിലും നിങ്ങൾക്ക് വേക്കൻസി നോക്കുന്ന സമയത്ത് നിരവധി വേക്കൻസികളാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നിരവധി വേക്കൻസിയാണ് നിലവിൽ വെബ്സൈറ്റിൽ കാണുന്നത്. കാരണം മുൻപ് ഇത്രയും വേക്കൻസി കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് ഇതുവരെ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ ആർക്കൊക്കെ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജസ്റ്റ് നമുക്ക് നോക്കാം. ഈ ഒരു നിർദ്ദേശത്തിൽ കറക്റ്റായിട്ട് ആർക്കൊക്കെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള ഡീറ്റെയിൽസ് വിശദമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സർക്കുലർ തന്നെ ജസ്റ്റ് നോക്കാം. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്, ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം പ്രവേശനം ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും, അതായത് സ്കൂളിൽ പോയപ്പോൾ അഡ്മിഷൻ തരാതിരുന്ന വിദ്യാർത്ഥികളുണ്ട്, അവരാണ് പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷകരുടെ കൺഫർമേഷൻ പൂർത്തീകരിക്കാത്തവർക്കും അതുപോലെ തന്നെ സ്കൂളിൽ അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2024 ജൂലൈ 22 ഉച്ചയ്ക്ക് 2 മണി മുതൽ അപേക്ഷിക്കാവുന്നതാണ്. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസി 2024 ജൂലൈ 22 ഉച്ചയ്ക്ക് 1 മണിക്ക് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. എന്നാൽ നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിക്കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും, അതായത് നോൺ ജോയിനിങ് ആയിട്ടുള്ളവർക്കും, മെറിറ്റ് കോട്ടയിൽ നിന്ന് പ്രവേശനം ക്യാൻസൽ ചെയ്തവർക്കും, ഏതെങ്കിലും കോട്ടയിൽ പ്രവേശനം നേടിയ ശേഷം TC വാങ്ങിയവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല. സപ്ലിമെൻ്ററി ഘട്ടത്തിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർക്കും അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുന്നതിനായിട്ട് അപേക്ഷ പുതുക്കുന്നതിനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അപേക്ഷയിലെ പിഴവുകൾ അപേക്ഷ പുതുക്കുന്ന അവസരത്തിൽ തിരുത്തൽ വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് താഴെ പ്രതിപാദിക്കുന്ന വിഭാഗത്തിലുള്ള അപേക്ഷകർക്ക് 2024, അതായത് ഈ ഒരു ജൂലൈ 22 ഉച്ചയ്ക്ക് 2 മണി മുതൽ 2024 ജൂലൈ 23 വൈകുന്നേരം 4 മണി വരെ പുതുക്കൽ അപേക്ഷാ ഫോറം ചുവടെ നിർദ്ദേശിക്കും പ്രകാരം ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യേണ്ട വിദ്യാർത്ഥികൾ ആണെങ്കിൽ അത് നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വേക്കൻസിക്ക് അനുസരിച്ച് പുതിയ ഓപ്ഷൻ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. ഒന്നാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ തെറ്റായിട്ടുള്ള വിവരങ്ങൾ അപേക്ഷയിൽ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടും പ്രവേശനം നിരാകരിക്കപ്പെട്ടവർ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതിനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്ത ശേഷം റിന്യൂ ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്കിലൂടെ അപേക്ഷയിലെ പിഴവുകൾ തിരുത്തി പ്രസിദ്ധപ്പെടുത്തുന്ന വേക്കൻസിക്ക് അനുസൃതമായി പുതിയ ഓപ്ഷനുകൾ നൽകി അപേക്ഷ അന്തിമമായിട്ട് സമർപ്പിക്കണം. രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള വേക്കൻസികൾ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ അത് ചെക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഓപ്ഷൻസ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പ്രസിദ്ധീകരിക്കുന്ന ഒഴിവുള്ള സ്കൂൾ കോമ്പിനേഷൻ മാത്രമേ ഓപ്ഷനുകളായിട്ട് തിരഞ്ഞെടുക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ രണ്ടാം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നിങ്ങൾക്ക് ഈ ഒരു ജൂലൈ 23, അതായത് നാളെ വൈകുന്നേരം 5 മണി വരെയാണ് സമർപ്പിക്കാൻ സാധിക്കുക. അപേക്ഷകർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുവാനും മറ്റും വേണ്ട നിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും സ്കൂൾ ഹെൽപ്പ് ഡെസ്കിലൂടെ നൽകാൻ വേണ്ട സജ്ജീകരണങ്ങൾ സ്കൂൾ പ്രിൻസിപ്പാൾമാർ സ്വീകരിക്കേണ്ടതാണ് എന്നുള്ളതാണ് ഈ ഒരു നിർദ്ദേശത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.